എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ബാലേന്ദ്രൻ മനുവിനോടാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, ഗംഗേട്ടനോട് ഞാൻ ഒരു ചോദ്യം മാത്രമേ ചോദിച്ചുള്ളൂ. ബാലേന്ദ്രൻ വൈജയനെ കല്യാണം കഴിക്കുന്നതിന് മുന്നേ വൈജ ഒരു കുഞ്ഞിനെ പ്രസവിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു എന്ന് പറയും. അപ്പം മനു അത് കേൾക്കുമ്പോൾ തന്നെ ചോദിക്കുന്നുണ്ടായിരുന്നു, എന്തൊരു ചോദ്യം അങ്കിളേത്, അതും അങ്കിളിനെ പോലെയുള്ള ഒരാൾ ഇങ്ങനെ ബഹുമാനിക്കേണ്ട ഗംഗാധരൻ വല്യച്ഛനോട് ഇങ്ങനെയാണോ ചോദിക്കുക എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാലേന്ദ്രൻ പറയുകയാണ്, ഞാൻ ആ ചോദിച്ച ചോദ്യത്തിന് ഗംഗേട്ടൻ എന്താ മറുപടി തന്നതെന്ന് നിനക്ക് അറിയുമോ എന്ന് ചോദിക്കും. എന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, വൈജ ഒരു കുഞ്ഞിനെ പ്രസവിച്ചിട്ടുണ്ടായിരുന്നു, ആ കുഞ്ഞ് പ്രസവത്തിൽ മരിച്ചു പോയി എന്നാണ് എന്നോട് പറഞ്ഞതെന്ന് പറയും. പിന്നെയും ചോദിച്ചപ്പോൾ പറഞ്ഞു, ആ കുഞ്ഞിനെ ഏതോ ഒരു ഓർഫനേജിൽ ഏൽപ്പിച്ചു, 2 വർഷം കഴിഞ്ഞപ്പോൾ കുഞ്ഞ് എന്തോ രോഗം വന്ന് മരിച്ചു പോയി എന്നൊക്കെയാണ് പറഞ്ഞതെന്ന് പറയും കേട്ടോ. അപ്പം മനുവിന് കാര്യം മനസ്സിലായി, ബാലേന്ദ്രൻ പറയുന്നത് സത്യം തന്നെയാണ് എന്നുള്ളത്. അത് കേൾക്കുമ്പോഴേ മനു ആകെ അങ്ങ് തളർന്നു പോയിട്ട് അവിടെ കസേരയിൽ ഇരിക്കുകയാണ് കേട്ടോ. പിന്നെ ബാലേന്ദ്രനാണെങ്കിലും മനുവിനോട് പറയുന്നുണ്ടായിരുന്നു, 22 വർഷം ആ ചതി ഏറ്റുവാങ്ങിയവനാണ് ഞാൻ, ഈ ചതിക്ക് കൂട്ടുനിന്നവരാണ് നിൻ്റെ അച്ഛനും കൊച്ചച്ഛനും മുത്തച്ഛനും എല്ലാവരും, പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടിയിരുന്നത് എന്നൊക്കെ ഇങ്ങനെ മനുവിനോട് ചോദിക്കുമ്പോൾ മനുവിനും ആകെ സങ്കടം വരുന്നുണ്ടായിരുന്നു. എനിക്കിതൊന്നും അറിയില്ലായിരുന്നല്ലോ അങ്കിളെ, സോറിയൊക്കെ പറയുന്നുണ്ട് കേട്ടോ, കുറേ സോറി പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് മനുവിനോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്തെങ്കിലും സംശയമുണ്ടോ, സംശയം ഉണ്ടെങ്കിൽ ഇപ്പോൾ പറയണം, ഞാൻ ഗംഗേട്ടനെ വിളിച്ചു തരാം, ഞാൻ വിളിച്ചാൽ അയാൾ ഏത് കോണിലാണെങ്കിലും ഫോൺ എടുക്കും എന്ന് പറയാണ്. മനുവിന് ഇതൊക്കെ കേട്ട് ആകെ സങ്കടമാവുന്നുണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ബാലേന്ദ്രനാണെങ്കിലും ചോദിക്കുന്നുണ്ടായിരുന്നു, ഇനി നീ പറ, ഞാൻ സത്യം പറയണോ അതോ ഇനിയിപ്പോൾ ഞാനായിട്ട് മെനഞ്ഞെടുത്ത കള്ളക്കഥ പറഞ്ഞ് ഈ കുടുംബം തകർക്കണോ, ഏതാ നല്ലത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നേ. പിന്നീട് മനുവിന് ഒന്നും പറയാനില്ല കേട്ടോ. ഓരോരോ ചോദ്യങ്ങളും ബാലേന്ദ്രൻ ചോദിക്കുന്ന സമയത്ത് എനിക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോകാനായിട്ട് ഇങ്ങനെ ഡോറിൻ്റെ അവിടേക്ക് എണീറ്റ് പോകും കേട്ടോ. അപ്പോൾ മനു നിൽക്ക് എന്ന് പറയും, ഇത്രയും നീ അറിഞ്ഞില്ലേ, ഇനി ഇതും കൂടെ അറിഞ്ഞിട്ട് പോ എന്ന് പറയും. എന്നിട്ട് ബാലേന്ദ്രനാണെങ്കിലും ആ ചെയർന്ന് എണീറ്റ് മനുവിൻ്റെ അടുത്തേക്ക് വന്ന് നിൽക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, അന്ന് വൈജ പ്രസവിച്ച് നിൻ്റെ മുത്തച്ഛനും രാവുണ്ണി മേനോനും കൂടി കൊണ്ടുപോയി ഓർഫനേജിൽ ഉപേക്ഷിച്ച കുഞ്ഞാണ് ഇന്ന് എൻ്റെ മകളാണെന്ന് പറഞ്ഞ് ഞാനിവിടെ നിർത്തിയിട്ടുള്ള അലീന എന്ന് പറയൂ കേട്ടോ. അതും കൂടെ കേൾക്കുമ്പോൾ മനുവിന് ആകെ ഷോക്കാവുകയാണ്. എന്നിട്ട് പിന്നീട് ബാലേന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു, എനിക്ക് എൻ്റെ കൃഷ്ണമോളോട് സത്യം പറയേണ്ടി വന്നു, ഇപ്പം നിന്നോടും എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ മനു ചോദിക്കുന്നുണ്ടായിരുന്നു, അലീനയ്ക്ക് അറിയായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് പറയുന്നുണ്ടായിരുന്നു ബാലേന്ദ്രൻ, അവൾ അറിഞ്ഞുകൊണ്ട് ബലിയാടായവളാണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം കേട്ടപ്പോൾ തന്നെ മനുവിന് ആകെ സങ്കടമായിട്ട് ബാലേന്ദ്രൻ്റെ കൈയൊക്കെ പിടിച്ച് അങ്ങ് ബാലേന്ദ്രൻ്റെ തോളിലേക്ക് കിടന്ന് കരയൊക്കെ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നീട് മനു ആണെങ്കിലും അവിടെ റൂമിൽ ബെഡിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ബാലേന്ദ്രനും മനുവിൻ്റെ അടുത്ത് വന്നിരിക്കും. എന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, അന്ന് കഴക്കൂട്ടത്ത് പോയപ്പോൾ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, നിൻ്റെ മുത്തച്ഛൻ ഇങ്ങനെ അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്ത ആളാണ്, എന്നിട്ട് കഴക്കൂട്ടത്ത് വന്ന് ഒരു ഹോം നേഴ്സിനെ ബുക്ക് ചെയ്യണമെങ്കിലും ബ്രിജിത്ത മമ്മിക്ക് ഡൊണേഷൻ കൊടുക്കണമെങ്കിലും എന്തോ ഒരു കാര്യം അതിൻ്റെ പിന്നിലുണ്ടെന്ന് അന്ന് ഞാൻ പറഞ്ഞത് നീ ഓർക്കുന്നുണ്ടോ എന്ന് ചോദിക്കും കേട്ടോ. അപ്പം അതിങ്ങനെ ഒരു കാര്യമായിരിക്കും എന്ന് ഞാനും വിചാരിച്ചില്ല, മുൻപ് ചെയ്ത പാപത്തിന് പ്രായശ്ചിത്തം ചെയ്തതാണ് കുഞ്ഞിരാമ മേനോൻ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. മനു ആണെങ്കിലും ഇതെല്ലാം കേട്ടൊന്നും മിണ്ടാതെ നിൽക്കുകയാണ്. മനുവിന് ഭയങ്കര സങ്കടം കേട്ടോ, മനു ഇതുവരെ ഒന്നും അറിഞ്ഞില്ലല്ലോ. എന്നിട്ട് അതും ചോദിക്കുന്നുണ്ട് മനു ആണെങ്കിലും, ഞാൻ അങ്കിളിനോട് ഇത്രയും സ്നേഹം കാണിച്ചിട്ടും അങ്കിൾ എന്നോട് ഈ കാര്യങ്ങളൊന്നും തുറന്നു പറഞ്ഞില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അലീനയും ഒന്നും പറയാത്തതിൻ്റെ പരിഭവമൊക്കെ മനു പറയുന്ന സമയത്ത് ബാലേന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു, അവളെ കുറ്റം പറയണ്ടാന്ന്, ഞാനറിയാതെ അവളൊരു ചെറു വിരൽ പോലും അനക്കില്ല എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ അങ്കിള് അവളെ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണല്ലേ എന്നിങ്ങനെ ചോദിക്കും മനു. അപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു പിടിവള്ളി വേണ്ടേ എന്ന് പറയുകയാണ്, അല്ലെങ്കിൽ ഞാൻ ഇതെല്ലാം ഇങ്ങനെ തകർത്ത് എറിഞ്ഞേനെ എന്നൊക്കെ ഇങ്ങനെ ബാലേന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു. ഇനി നിനക്ക് എന്ത് വേണേലും തീരുമാനിക്കാം, എല്ലാവരോടും സത്യം വേണമെങ്കിൽ പറയാം എന്ന് പറയുന്നുണ്ട്. ഞാൻ എൻ്റെ കൃഷ്ണമോളോടും പറഞ്ഞിട്ടില്ല ആരോടും പറയരുത് എന്നുള്ളത് എന്ന് പറയും. അപ്പം മനു പറയുന്നുണ്ടായിരുന്നു, എനിക്ക് പക്ഷേ അവൾക്കറിയാം എന്താ വേണ്ടത് എന്നൊക്കെ ഇങ്ങനെ മനുവിനോട് ബാലേന്ദ്രൻ പറയുന്ന സമയത്ത് മനും പറയുന്നുണ്ട്, എനിക്ക് മനസ്സിലായി അങ്കിളെ എന്ന് പറയൂ കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ബാലേന്ദ്രനാണെങ്കിലും എന്തോ പറയാനായിട്ട് അങ്ങ് തുടങ്ങും കേട്ടോ. എന്നിട്ട് പിന്നെ മനു അതിൻ്റെ മുന്നേ ഞാൻ പോയിക്കോട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം മനുവിനോട് പോയിക്കോ എന്ന് പറയൂ കേട്ടോ. മനു ആണെങ്കിലും അവിടുന്ന് ഭയങ്കര സങ്കടത്തോടു കൂടിയാണ് എണീറ്റ് പോകുന്നത്. പിന്നെ അത് കഴിഞ്ഞ് വൈജയാണെങ്കിൽ ശിവേട്ടനെ വിളിക്കുന്നുണ്ടായിരുന്നു. അവിടെ നടന്ന കാര്യങ്ങളൊന്നും വൈജ അറിഞ്ഞിട്ടില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി വിളിച്ചതാണ്. മനു ആണെങ്കിൽ മുകളിൽ നിന്ന് താഴേക്ക് ഇങ്ങനെ ഇറങ്ങി തുടങ്ങുമായിരിക്കും. അപ്പോൾ വൈജയുടെ ഫോണിൽ സംസാരിക്കുന്നത് കണ്ടുകൊണ്ട് തന്നെ പിന്നെ അവിടെ അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ, താഴേക്ക് ഇറങ്ങുന്നില്ല. ശിവനാണെങ്കിലും വൈജയനോട് അങ്ങോട്ടൊന്ന് വരാനൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ബാലേന്ദ്രനും നിങ്ങൾ മീറ്റിംഗ് നടത്തിയിട്ട് എന്തായി കാര്യങ്ങളെന്ന് ചോദിക്കുമ്പോൾ ബാലേന്ദ്രൻ അങ്ങോട്ട് വന്നില്ലേ, നിന്നോടൊന്നും പറഞ്ഞില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയൂ കേട്ടോ. ബാലേന്ദ്രൻ നേരെ മുകളിലേക്ക് പോയി എന്ന് പറയുന്നുണ്ട്. അപ്പം മനു അവിടെയുള്ള കാര്യമൊക്കെ പറയുമ്പോൾ മനു അങ്ങോട്ടാണോ വന്നതെന്നൊക്കെ ശിവനും ചോദിക്കുന്നുണ്ട്. അപ്പം അവൻ നിന്നോട് എന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ ഒന്നും പറഞ്ഞില്ല, അവൻ ആദ്യം വന്ന അലീനേനെ കണ്ടു, അലീനയോട് എന്തെങ്കിലും പറഞ്ഞോ എന്ന് എനിക്കറിയില്ല,
ഇപ്പം ഇങ്ങനെ ബാലേന്ദ്രനെ കാണാൻ മുകളിലേക്ക് പോയതാണെന്ന് പറയും. അപ്പോഴേക്കും മനു അവിടെ നിൽക്കുന്നത് കാണുകയാണ് കേട്ടോ. ഇവിടെ ഉണ്ട്, മുകളിലുണ്ടാവൻ എന്നിങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് പിന്നെ വൈജയനോട് കൊല്ലപ്പള്ളിയിലേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ വരാമെന്നൊക്കെ പറഞ്ഞ് വൈജയാണെങ്കിലും ഡ്രസ്സ് മാറാനായിട്ട് അങ്ങോട്ട് പോകും കേട്ടോ. അപ്പം അതിൻ്റെ ഇടയിൽ കൃഷ്ണമോള് ചേച്ചി ചേച്ചി എന്ന് പറഞ്ഞാൽ അലീനനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ട്യൂഷന് പോവാട്ടോ. അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ട് വിളിച്ചതാണ്. അപ്പം അലീന വന്ന് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇന്നിവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ, ചേച്ചിക്ക് എന്തെങ്കിലും സങ്കടം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒന്നുമില്ല എന്നൊക്കെ പറയൂ കേട്ടോ അലീന. എന്നിട്ട് കൃഷ്ണമോൾക്ക് ഒരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പം എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്നോട് പറയണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടാട്ടോ കൃഷ്ണമോൾ അവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ ഇവരുടെ സംസാരം എല്ലാം കണ്ടുകൊണ്ട് അവിടെ മുകളിൽ മനു നിൽക്കുന്നുണ്ടായിരുന്നേ. അത് കഴിഞ്ഞ് അലീന കിച്ചണിൽ പിന്നീട് വൈജയന്തി കൊല്ലപ്പള്ളിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് അലീനേനെ വിളിക്കും. എന്നിട്ട് പറയുന്നുണ്ടായിരുന്നു അലീനേനോട്, ഞാൻ കൊല്ലപ്പള്ളി വരെ ഒന്ന് പോവാണ്, ഒന്നിൽ ഞാൻ തിരിച്ചു വരുന്നവരെ നീ ഇവിടെ ഉണ്ടാവുള്ളൂ എന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഉണ്ടാവുള്ളൂ, രണ്ടുപേരും കൂടെ എന്തായാലും ഇവിടെ ഉണ്ടാവില്ല, അത് നീ മനസ്സിൽ കുറിച്ച് വെച്ചോ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ വൈജയന്തി അവിടെ നിന്ന് അങ്ങ് പോകുന്നത്. അപ്പോൾ ഇതെല്ലാം മനു കേൾക്കുന്നുണ്ട് അവിടെ നിന്നിട്ട്. അപ്പോൾ വൈജയന്തി അങ്ങനെ പറഞ്ഞിട്ട് പോകുമ്പോൾ തന്നെ അലീനയ്ക്ക് ചെറിയൊരു സങ്കടമൊക്കെ ഉണ്ട്. അലീന ആ സങ്കടത്തോടു കൂടിയാണ് കേട്ടോ കിച്ചണിലേക്ക് പോകാൻ തുടങ്ങുന്നത്. അപ്പോഴേക്കും ബബിത വരും വീണ്ടും. ബബിത വന്നിട്ട് അലീന എന്ന് പറഞ്ഞ് ഭയങ്കര ദേഷ്യത്തിലാട്ടോ വിളിക്കുന്നത്. അലീന അപ്പോഴേക്കും അവിടെ ബബിതയുടെ മുന്നിൽ വന്ന് നിൽക്കും. അപ്പോൾ ചായ ഉണ്ടാക്കിയോ എന്ന് ചോദിക്കും. അപ്പോൾ ചായ ഉണ്ടാക്കിയിട്ടില്ല, ഉണ്ടാക്കാൻ പറഞ്ഞില്ലായിരുന്നല്ലോ എന്ന് പറയുമ്പോൾ ഇതൊക്കെ പറഞ്ഞിട്ട് വേണം ഉണ്ടാക്കാൻ, എനിക്ക് ട്യൂഷന് പോകാൻ നേരമായി എന്ന് പറയും. അലീന പറയുന്നുണ്ട് ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കി തരാമെന്ന്. അപ്പം ഇനി വേണ്ട, നീ തന്നെ അങ്ങ് ഉണ്ടാക്കി കുടിച്ചോ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ദേഷ്യത്തിലാട്ടോ ബബിത അവിടെ നിന്ന് പോകുന്നത്. മനു ഇതും കാണുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ബബിതയും പോയല്ലോ. അത് കഴിഞ്ഞ് മനു ആണെങ്കിലും കിച്ചണിൻ്റെ അവിടേക്ക് വന്നിട്ട് ഇങ്ങനെ അലീന എന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ അലീന പെട്ടെന്ന് തന്നെ വരും. എന്താ മനു ഏട്ടാന്ന് ചോദിച്ചുകൊണ്ട് വരും കേട്ടോ. അപ്പോൾ ചായ വേണോ എന്ന് ചോദിക്കുമ്പോൾ മനു ആണെങ്കിലും ഇങ്ങനെ അലീനയെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ മനു ഇങ്ങനെ തലകൊണ്ട് ഇങ്ങനെ ആന്നും കാണിക്കുന്നുണ്ട്. ഇപ്പം തരാമെന്ന് പറഞ്ഞിട്ട് അലീന കിച്ചണിലേക്ക് പോകും. എന്നിട്ട് അലീന ചായ ഉണ്ടാക്കാനായിട്ട് തുടങ്ങുമ്പോഴേക്കും മനു കിച്ചണിലേക്ക് വന്നിട്ടുണ്ടാവും കേട്ടോ. മനു ആണെങ്കിലും അലീനനെ ഇങ്ങനെ നോക്കി തന്നെ ഇങ്ങനെ നിൽക്കുകയാണ്. അത് കഴിഞ്ഞ് മനു അവിടെ നിൽക്കുന്നത് കാണുമ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു, ബബിത നല്ല ദേഷ്യത്തിലാണ് പോയത്, ഇവിടെ ഇങ്ങനെ അവൾക്ക് എപ്പോഴും എന്നോട് ദേഷ്യമാണ്, ചായ വേണമെങ്കിൽ ട്യൂഷന് പോകുന്നതിന് ഒരു 5 മിനിറ്റ് മുന്നെങ്കിലും പറയണ്ടേ, അതവൾ പറഞ്ഞില്ല, എന്നിട്ട് ഭയങ്കര ദേഷ്യത്തിലാണ് പോയത്, അല്ലെങ്കിലും ബബിതയ്ക്ക് എപ്പോഴും നല്ല ദേഷ്യമാണ്, ഇവിടെ ആകെ എന്നോട് സ്നേഹമുള്ളത് കൃഷ്ണമോൾക്ക് മാത്രമാണ്, എനിക്ക് അവിടുന്ന് മാത്രം കുറച്ച് സ്നേഹം കിട്ടും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചായ ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് അതിൻ്റെ ഇടയിൽ മനു ആണെങ്കിലും അലീനനെ ആദ്യമായിട്ട് കണ്ടതും മനു കഴക്കൂട്ടത്ത് പോയി അലീനനെ കൂട്ടിക്കൊണ്ടുവന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അലീന തിരിഞ്ഞു നോക്കുന്ന സമയത്ത് മനു ആണെങ്കിലും ആകെ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. കണ്ണൊക്കെ നിറഞ്ഞ് ഇങ്ങനെ ആകെ ഇതായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ചായക്ക് വെള്ളമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. സ്റ്റവൊക്കെ ഓഫ് ചെയ്ത്, എന്താ മനുവേട്ട എന്താ പറ്റിയെന്ന് ചോദിക്കൂ കേട്ടോ. അപ്പോൾ മനു ആണെങ്കിലും ചോദിക്കുന്നുണ്ടായിരുന്നു, നീ ആരാ എന്ന് ചോദിക്കൂ കേട്ടോ. അപ്പോൾ അലീനയ്ക്ക് കാര്യം മനസ്സിലായി. അലീന ചോദിക്കുന്നുണ്ടായിരുന്നു അച്ഛൻ എന്തെങ്കിലും പറഞ്ഞോ എന്ന്. അപ്പം മനു ചോദിക്കുകയാണ്, നീ ആരാണെന്ന് ഞാനല്ലേ ആദ്യം അറിയേണ്ടിയിരുന്നത് എന്ന് ചോദിക്കൂട്ടോ. ഞാനല്ലേ നിന്നെ കൂട്ടിക്കൊണ്ട് വന്നത് എന്ന്, ഞാനല്ലേ നിൻ്റെ ഒപ്പം നിന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് മനു ആണെങ്കിലും ഭയങ്കര കരച്ചിലാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അലീനയ്ക്ക് മനസ്സിലായി അലീന ആരാന്നുള്ളത് മനു അറിഞ്ഞിട്ടുണ്ട്, ബാലേന്ദ്രൻ മനുവിനോട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. അപ്പോഴേക്കും അലീന കരഞ്ഞിട്ട് പറയുന്നുണ്ടായിരുന്നു, എനിക്ക് പറയാൻ പറ്റാത്തതുകൊണ്ടാണ് മനുവേട്ട, സോറി എന്ന് പറഞ്ഞിട്ട് അലീനയിൽ നിന്ന് കരയൂ കേട്ടോ. അത് കാണുമ്പോൾ മനുവിന് ഒന്നുകൂടി സങ്കടമാവുന്നുണ്ട്. എന്നിട്ട് അലീനേനെ ചേർത്ത് പിടിച്ചങ്ങ് നിൽക്കുന്നുണ്ടായിരുന്നേ. രണ്ടുപേരും കരയുന്നെയാണ്. പിന്നീട് വൈജയന്തി കൊല്ലപ്പള്ളിയിലേക്ക് എത്തുന്നുണ്ട്. കൊല്ലപ്പള്ളിയിൽ എത്തുമ്പോൾ ആദ്യം ഇങ്ങനെ മുറ്റത്ത് കുറേ വണ്ടികളൊക്കെ ഉണ്ടോയെന്നാട്ടോ നോക്കുന്നത്. അപ്പോൾ വണ്ടികളൊന്നും കാണാനില്ലാത്തതുകൊണ്ട് തന്നെ കമല അവിടെ മുന്നിൽ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. കമലിനോട് ചോദിക്കും, വന്നവരൊക്കെ പോയോ എന്ന് ചോദിക്കും. അവരിപ്പം അങ്ങ് പോയതേ ഉള്ളൂ, ഇതുവരെ ഇവിടെ ഉണ്ടായിരുന്നു, ശിവേട്ടനുണ്ട്, നീ വാ എന്ന് പറഞ്ഞുകൊണ്ട് വൈജയന്തി വിളിച്ച് അകത്തേക്ക് പോകും കേട്ടോ. അപ്പോൾ ശിവനാണെങ്കിലും മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരികയാണ്. എന്നിട്ട് പിന്നെ വൈജയന്തിനെ വിളിച്ചുകൊണ്ടുപോയി അവിടെ സോഫയിൽ ഇരുത്തുന്നുണ്ടായിരുന്നു. നീ ഇവിടെ ഇരിക്കുകയെന്ന് പറയും കേട്ടോ. അപ്പോൾ വൈജയന്തിക്കാണെങ്കിൽ ആകെ ടെൻഷനാണ് കേട്ടോ, കാര്യങ്ങൾ എന്തായി. ശിവനാണെങ്കിലും വൈജയന്തിനോട് പറയുന്നത് ഒന്നിനും പോവണ്ടായിരുന്നു, അലീന അവിടെ നിൽക്കുന്ന പോലെ വേലക്കാരിയായിട്ട് നിന്നാൽ മതിയായിരുന്നു എന്നൊക്കെയായിട്ടാ പറയുന്നത്, അവളെ പുറത്താക്കാനും ഒന്നിനും നിൽക്കണ്ടായിരുന്നു എന്ന് പറയും. അപ്പോൾ എന്താ ശിവേട്ട ഉണ്ടായത് എന്നിങ്ങനെ ചോദിക്കും കേട്ടോ. അപ്പോൾ ശിവൻ പറയുന്നുണ്ടായിരുന്നു, ഇതിപ്പോൾ മണ്ണിനടിയിൽ കിടന്ന ഞാഞ്ഞൂലിൻ്റെ മകുടി ഊതി ഊതി ഇങ്ങനെ രാജവെമ്പാലാക്കിയ പോലെ ആയി എന്ന് പറയുമ്പോൾ ശിവേട്ടൻ കാര്യം തെളിയിച്ച് പറയും, ഞാനിപ്പോൾ തീക്കനലിൻ്റെ മുകളിൽ നിൽക്കുന്ന പോലെയാണ് നിൽക്കുന്നത് എന്ന് പറയും. അപ്പോൾ നമ്മൾ വിചാരിച്ച പോലെയൊന്നല്ല കാര്യങ്ങൾ, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് എന്നിങ്ങനെ പറയൂ കേട്ടോ. അപ്പോൾ വൈജയാണെങ്കിലും ഇങ്ങനെ ശിവൻ്റെ മുഖത്തേക്ക് നോക്കും ഒരു ഞെട്ടലോടുകൂടി. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും പ്രമോല് വൈജയന്തിനോട് കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞിട്ടുണ്ട് ശിവൻ. മുത്തശ്ശിയാണെങ്കിലും പിന്നീട് ഇതെല്ലാം അറിഞ്ഞിട്ട് വൈജയനോട് ചോദിക്കുകയാണ്, ഇനി എങ്ങനെയാ ചതിയൻ്റെ കൂടെ ജീവിക്കും മോളെ എന്നൊക്കെ കേട്ടോ. അപ്പോൾ ബാലേന്ദ്രനോട് അവർ ചെയ്തത് ചതിയൊന്നുമല്ല, അതൊന്നും മുത്തശ്ശിക്ക് ഓർമ്മയില്ല എന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഇതെല്ലാം അറിഞ്ഞ് ചെന്ന വൈജയന്തി അലീനയോട് ദേഷ്യപ്പെടുന്നതൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയാണ് പ്രമോല് കാണിച്ചത്.